കാൽവരി കാൽവരി കർത്തൻ തന്നീണം ചൊരിഞ്ഞിടം എൻ പേർക്കായി ജീവൻ നൽകി താൻ ഒരുക്കി പുതുവഴി. യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇപ്പോൾ അവരുടെ മേൽ ഇടുത്തി വീഴരുതെന്നാണ്. വാസ്തവത്തിൽ ഇന്റർസെഷൻ അതാണ്. ഒരു ദേശത്തിന് വേണ്ടി നമ്മൾ മധ്യസ്ഥത അണയ്ക്കുമ്പോൾ, ഞാനിപ്പോൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വെനസ്വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബ്രസീലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വയ്ക്കുക. അതിൻ്റെ അർത്ഥം ഞാൻ മധ്യസ്ഥത അണച്ചത് കൊണ്ട് അവർ ചെയ്ത സകല പാപങ്ങളും ക്ഷമിക്കപ്പെടുമെന്നല്ല. നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു, എന്നെ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരാൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു, സുവിശേഷ വിരോധിയായ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ മധ്യസ്ഥത അണയ്ക്കുന്നു. ഞാൻ മധ്യസ്ഥത അണയ്ക്കുന്നത് കൊണ്ട് അയാളുടെ പാപം ക്ഷമിക്കപ്പെടുന്നില്ല. ഞാൻ മധ്യസ്ഥത അണച്ചാൽ ദൈവം അയാളെ ശിക്ഷിക്കുന്നത് ഇപ്പോൾ നിർത്തിയിട്ട് ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക്, അല്ലെങ്കിൽ വെളിപ്പാടിലേക്ക് അയാൾ നയിക്കപ്പെടുവാൻ കുറച്ച് സമയം കൂടെ കൊടുക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. എൻ്റെ മധ്യസ്ഥത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ ഞാൻ ലോകത്തിലുള്ള സകല പാപികൾക്കും വേണ്ടി ഞാൻ അങ്ങ് മധ്യസ്ഥത കാണിച്ചാൽ മതിയായിരുന്നല്ലോ, അവരുടെ പാപം എല്ലാം ക്ഷമിക്കപ്പെടുമായിരുന്നെങ്കിൽ. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? മധ്യസ്ഥത എന്തിനു വേണ്ടിയാണ്? അവർ ജ്ഞാനത്തിലേക്ക് നടക്കാൻ വേണ്ടിയാണ്. കർത്താവേ, ആ മനുഷ്യൻ യേശുവിനെ അറിയാത്തത് കൊണ്ടാണല്ലോ ഒറീസായിലെ പ്രശ്നം ഉണ്ടായത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒറീസായിൽ ക്രിസ്ത്യാനികൾക്കെതിരെ അവിടുത്തെ മത തീവ്രവാദികൾ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. ശരിക്കും അവിടെ എല്ലാ ഗ്രാമങ്ങളും കയറി ഇറങ്ങിയവൾ ക്രിസ്ത്യാനികളായ ആളുകളുടെ വീടുകൾ കത്തിച്ചു, അനേകരെ കൊന്നു, അനേകരെ ഭവനരഹിതരായി. അങ്ങനെ ഇതിൻ്റെ മൂർധന്യാവസ്ഥയിൽ പോലീസ് വന്നു, പട്ടാളം വന്നു, അവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും പട്ടാളത്തിൻ്റെ തന്നെ കർഫ്യൂ ഉള്ള സമയത്ത് ഞാൻ എല്ലാവരും അവിടുന്ന് പുറത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ അകത്തോട്ട് പോയ ആളാണ്. അവരുടെ മധ്യത്തിലേക്ക് ഞാൻ കയറി ചെന്നു. ജീവൻ റിസ്ക് ചെയ്താണ് ഞാനത്. അവിടെ ഞാനവിടെ താമസിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് അവിടുത്തെ ജനങ്ങളുടെ ഭാഷ കുറച്ചൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും. ഞാൻ അവരുടെ മധ്യത്തിലേക്ക് കടന്നു ചെന്നു. നമ്മുടെ ചർച്ചിലെ ഒരു 200 പേര് ഹൃദംഗ്യ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. 700 പേര് ആ ക്യാമ്പിലുണ്ട്. പട്ടാളത്തിൻ്റെ കാവലുണ്ട്. അതിനകത്ത് ഞാൻ കയറി ചെന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളെല്ലാം കൂടെ ഓടിക്കൂടി. ഐ വാസ് ടോക്കിംഗ് ടു ദം. ഞാൻ അവരോട് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമുക്കിതെല്ലാം സംഭവിച്ചു. എന്തുകൊണ്ട്? കാര്യം ഞാനവിടെ താമസിച്ചുകൊണ്ടറിയാം, ഈ മനുഷ്യരൊന്നും മോശക്കാരൊന്നും അല്ല, അവരെല്ലാം നല്ല മനുഷ്യരാണ്. അവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും വളരെ സഹകരണത്തോടുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഉണ്ട്, ഇപ്പോഴും. അവർക്ക് ദേ ആർ വെരി ഗുഡ് പീപ്പിൾ. അവരുടെ ഹൃദയത്തിൽ ആരോ വിഷം കുത്തിവെച്ചു. അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ മതത്തിൻ്റെ പേരിൽ വേർതിരിവുണ്ടായി. ഇതുപോലെയുള്ള എല്ലാ പീഡനങ്ങളും അഴിച്ചുവിട്ടു. ഇതാണ് സംഭവിച്ചത്. ഞാൻ എൻ്റെ വിശ്വാസികളോട്, 200 വിശ്വാസികൾ നമുക്കവിടെ ഉണ്ട്, ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാനിവിടെ വന്നത് ഒരു പ്രധാന കാര്യം പറയാനാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ശത്രുക്കളെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നതായ ഒരാളോട് പോലും നിങ്ങൾ വിരോധം വെച്ച് പുലർത്തരുത്. ഞാൻ പ്രസംഗിച്ച ഒറ്റ കാര്യം അതാണ്. കാരണം അവരെന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്? അവർക്ക് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. യേശുവിനെ അറിയാമായിരുന്നെങ്കിൽ അവരാരും ഇങ്ങനെ പ്രവർത്തിക്കയില്ലായിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യുകയല്ല ആവശ്യം, നിങ്ങൾ വീണ്ടും അവരെ സ്നേഹിക്കുകയാണ് ആവശ്യം. നിങ്ങൾ വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവരെ ശിക്ഷിക്കണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പഠിക്കണം എന്നാണ് ഞാൻ എൻ്റെ അവിടുത്തെ സഭയിലെ 200ഓളം വരുന്ന വിശ്വാസികൾ, ആ മീറ്റിങ്ങിൽ 700 പേരുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ സഭയിലെ തന്നെ 200 വിശ്വാസികളോളം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാണ്, എന്താണ് നമ്മുടെ മധ്യസ്ഥത? മധ്യസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തതൊന്നും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ അവർ ചെയ്തതെല്ലാം അങ്ങ് മായ്ക്കപ്പെടുമെന്നല്ല. പ്രത്യുത എന്താണ് നമ്മുടെ മധ്യസ്ഥത? പിതാവേ നിന്റെ സ്നേഹം എന്നുള്ളത്. അവരെന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? അവർ അറിവില്ലായ്മ കൊണ്ടാണ് ഇത് ചെയ്തത്. അവരെ അറിവിലേക്ക് നയിക്കണമേ എന്നുള്ളതാണ് മധ്യസ്ഥത. നമ്മൾ എന്തിനു വേണ്ടിയാണ് മധ്യസ്ഥത അണയ്ക്കുന്നത്? നമ്മൾ മധ്യസ്ഥത അണയ്ക്കുന്നത്, കർത്താവേ അവരെന്തുകൊണ്ട് ഇത് ചെയ്തു? അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് ഇത് ചെയ്തു. എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ അവരെ നീ എന്ത് ചെയ്യണം? അറിവിലേക്ക്
നയിക്കണം. അറിവിലേക്ക് നയിക്കപ്പെടുന്നത് വരെ പിതാവേ അവരോടത് ക്ഷമ കാണിക്കണം. അറിവിലേക്ക് നയിക്കപ്പെടുന്നത് വരെയും അവരെ നീ ശിക്ഷിക്കരുത്. അതാണ് വാസ്തവത്തിൽ മധ്യസ്ഥത എന്ന് പറയുമ്പോൾ. ശരിക്കും യേശു കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ പൊരുളതാണ്, ആ മധ്യസ്ഥതയുടെ പൊരുളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു അറിവില്ലായ്മ കൊണ്ട് പാപം ചെയ്യുന്നവർക്ക് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? മധ്യസ്ഥത കാണിച്ചാലേ പറ്റുള്ളൂ. ഇഗ്നറൻസിൽ നിന്ന് പാപം ചെയ്യുന്നവർക്ക് വേണ്ടിയും നമ്മൾ മധ്യസ്ഥത കാണിക്കണം. പ്രിയമുള്ളവരെ, ഇഗ്നറൻസിൽ നിന്ന് പാപം ചെയ്യുന്നത് അക്രൈസ്തവർ മാത്രമൊന്നുമല്ല. ഇഗ്നറൻസിൽ നിന്ന് പാപം ചെയ്യുന്നത് നമ്മുടെ സഭയിലുള്ളവരുമുണ്ട്, വിശ്വാസികളുമുണ്ട്. നമ്മിൽ നല്ലൊരു ശതമാനം ആളുകളും ചിന്തിക്കുന്നത് കർത്താവ് എന്താണ് കൃപായുഗത്തിലായതുകൊണ്ട് എന്തോ ചെയ്താലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഇഗ്നറൻസ് നമുക്കുണ്ട്. നമ്മുടെ ചിന്ത, അത് സാരമില്ല, നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടില്ലേ ബ്രദറെ, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലും കർത്താവൊക്കെ ക്ഷമിച്ചോളും എന്ന് ചിന്തിക്കുന്ന ഇഗ്നറൻസ് നമുക്കുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ തലമുറ ഏതൊക്കെ നിലയിൽ പാപം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അറിയാമെന്നാണ് എൻ്റെ ചിന്ത. അത് ഞാൻ പറയാതിരിക്കാൻ ആണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. കാരണം അത്രയ്ക്കും തകർന്ന, അത്രയ്ക്കും വികൃതമായ ഒരു തലമുറയാണ് നമ്മുടേത്. വികൃതമായ തലമുറ. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മക്കൾ, ആരും എൻ്റെ കുഞ്ഞ് അങ്ങനെ അല്ലെന്നൊന്നും പറയണ്ട. പലപ്പോഴും ആളുകളോട് പറയുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് അങ്ങനൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ അറിയത്തില്ല. അവൻ എവിടെ പോകുന്നു, അവൾ എവിടെ പോകുന്നു, അവൻ എന്ത് കാണുന്നു, അവൾ എന്ത് സൂക്ഷിക്കുന്നു, വാച്ച് ചെയ്യുന്നു, അവരുടെ ബന്ധങ്ങൾ എന്താണ്, അവരുടെ ബന്ധങ്ങൾ എന്താണ്, ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇയ്യോബിൻ്റെ കാര്യത്തിൽ എനിക്കുണ്ടായിരിക്കുന്ന ഒരു വലിയ കാര്യം അതാണ്. ഇയ്യോബ് തൻ്റെ മക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ അവർ പാപം ചെയ്തു പോയെങ്കിലോ എന്ന് വെച്ച് ഇയ്യോബ് കുഞ്ഞുങ്ങളെ വളരെ, ഐ ഡോണ്ട് തിങ്ക് ഏലി കുഞ്ഞുങ്ങളെ വളർത്തിയ പോലൊന്നും അല്ല ഇയ്യോബ് കുഞ്ഞുങ്ങളെ വളർത്തിയത് നിങ്ങൾക്കറിയാം. വളരെ ആത്മീയതയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയവനായ ഇയ്യോബ് തൻ്റെ മക്കളുടെ സെലിബ്രേഷൻസ്, ഇന്നത്തെ പിള്ളേരുടെ ഒരു പ്രത്യേകതയാണ് സെലിബ്രേഷൻസ്. പണ്ടത്തെ പോലൊന്നും അല്ല. ഇന്ന് പിള്ളേർക്ക് ഇഷ്ടം പോലെ എന്തുണ്ട്? സെലിബ്രേഷൻസ് ഉണ്ട്. ദേ ആർ സെലിബ്രേറ്റിംഗ്. ആ സെലിബ്രേഷന്റെ സ്ഥലങ്ങളിൽ കൂട്ടുകൂടി അവർ കാണിക്കുന്ന കോപ്രായങ്ങൾക്കിടയ്ക്ക്, ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്, കൂട്ടുകൂടി അവർ കാണിക്കുന്ന കോപ്രായങ്ങൾക്കിടയ്ക്ക് ദൈവികമല്ലാതെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്ന് പേടിച്ച് ഇയ്യോബ് തൻ്റെ മക്കൾക്ക് വേണ്ടി അവർ പാപം ചെയ്തു പോയെങ്കിലോ എന്ന് പേടിച്ച് യാഗം കഴിച്ച അനുഭവമാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. ഇയ്യോബിൻ്റെ മക്കളുടെ കാര്യത്തിൽ അത്രയും ആവശ്യമായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ മക്കൾക്ക് വേണ്ടി നമ്മൾ എത്രയധികം ഇന്റർസെഷൻ നടത്തണം, എത്രയധികം മധ്യസ്ഥത അണയ്ക്കണം. We need to see that we are praying for our younger generation, standing in between God and our children. ദൈവത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മധ്യത്തിൽ മധ്യസ്ഥത അണച്ചുകൊണ്ട്, പിതാവേ അവർ അറിയാതെ എന്തെങ്കിലും ചെയ്തെങ്കിൽ എന്നല്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണ് ഇവിടെ ആവശ്യം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എഞ്ചിനീയറിംഗ് അഡ്മിഷന് വേണ്ടിയോ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടിയോ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പാപം ചെയ്തു പോയെങ്കിലോ എന്ന് പേടിച്ച് അവർക്ക് വേണ്ടി അവരൊരു വിശുദ്ധ പ്രജയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ മടക്കി കൊടുക്കേണ്ടതാണെന്നുള്ള ബോധ്യത്തോടു കൂടെ അവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ നമുക്ക് എത്രയോ അത്യാവശ്യമായിരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിനെ ഒന്ന് അറിയട്ടെ. ഞാൻ പറയട്ടെ, നമ്മുടെ മിക്ക കുഞ്ഞുങ്ങൾക്കും കർത്താവിനെ വേണ്ട രീതിയിൽ അറിയത്തില്ല, പേഴ്സണൽ എൻകൗണ്ടർ ഇല്ല. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ നമുക്ക് തന്നെ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. യേശു എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ അവൻ എൻ്റെ ആത്മമണവാളനെന്ന് നെഞ്ചത്തടിച്ച് പറയാൻ കഴിയുന്ന ഒരു തലമുറ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുന്ന വേർപെട്ട സഭകളിലും. പകരം യേശു എനിക്ക് എന്ത് ചെയ്തു എന്ന് പറയുന്ന ഒരു തലമുറയായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. നിങ്ങളുടെ സഭയിലൊക്കെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ യേശുവുമായിട്ടുള്ള റിലേഷനാണോ പറയുന്നത്, അതോ യേശു നിങ്ങൾക്ക് ആരാണെന്നാണോ പറയുന്നത്? ചിലപ്പോൾ അറിയാതെ നമ്മൾ ചിലപ്പോൾ പറയുമായിരിക്കും യേശു എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നത്. വല്ലഭൻ എന്ന് പറയുന്നതിന് ചിലപ്പം ചിലർ പറയുന്നത് യേശു എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നെന്നൊക്കെയാണ്. യേശു എനിക്ക് നല്ലവനും വല്ലഭനുമായിരുന്നെന്ന് സാക്ഷി പറയുന്ന ആളുകളോട് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്നും ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ള കാര്യം എന്താ? യേശുവിന് വേറെ വല്ലതും ആകാൻ പറ്റുമോ? യേശുവിന് ഇപ്പം ദുഷ്ടനും ചതിയനും ഒന്നും ആകാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? യേശുവിന് എന്ത് മാത്രമേ ആകാൻ പറ്റുള്ളൂ?
നല്ലവനും വല്ലഭനും ആകാനേ പറ്റുള്ളൂ. യേശു നിനക്ക് നല്ലവനും വല്ലഭനുമാണെന്ന് നീ പറഞ്ഞു, പക്ഷെ നീ യേശുവിനാരാണ്? അത് മിണ്ടത്തില്ല. യേശു നിനക്കെന്ത് ചെയ്തു എന്ന് നീ എപ്പോഴും പറയുമല്ലോ സാക്ഷ്യം. യേശുവിന് നീ എന്താ ചെയ്യുന്നത്? നിനക്ക് യേശു ആരാണ്? യേശു നിനക്കാരാണെന്നുള്ളത് നീ പറയുമ്പോൾ നിനക്ക് യേശു ആരാണെന്നുള്ളത് പറ. ഹു ഈസ് ജീസസ് ടു യു? വാക്കുകളിലുള്ള കളിയൊന്നുമല്ല ആവശ്യം, റിലേഷൻ, ബന്ധമാണ് അത്യാവശ്യം. അവൻ എൻ്റെ ആത്മമണവാളൻ എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്ന ആ ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എത്രയധികം. ആ റിലേഷനിലേക്ക്, അറിവിലേക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിവിലേക്ക് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാൻ കാര്യം അതാണ്. യേശു എന്താ പറയുന്നത്? പിതാവേ, ഇവർ അറിവില്ലാത്തവരാണ്. They do not know what they do. അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവരെ അറിവിലേക്ക് നയിക്കണം. അവരെ അറിവിലേക്ക് നയിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ മധ്യസ്ഥത, നമ്മുടെ അടുത്ത തലമുറ ദൈവബന്ധത്തിൽ അറിവിലേക്ക് നയിക്കപ്പെടുന്നതിനാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്നൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്ക്. കർത്താവേ, എൻ്റെ കുഞ്ഞ് യേശുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ അറിവിലേക്ക്, വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക്, എൻ്റെ മകനും എൻ്റെ മകളും എൻ്റെ മക്കൾ അവർ യേശുവിനെ ആത്മമണവാളനാക്കി കാണുന്ന ഒരു അവസ്ഥയിലേക്ക്, കർത്താവിനോടുള്ള ആ റിലേഷൻ സൂക്ഷിക്കാനായിട്ട് എൻ്റെ മക്കളെ ഒന്ന് വളർത്തണേ. ഞായറാഴ്ച വന്ന് ഏതെങ്കിലും ഒരു വാക്യം കാണാതെ പഠിക്കുന്നത് കൊണ്ടൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. വാക്യം കാണാതെ പറയുന്നവരെല്ലാം സ്വർഗത്തിൽ പോകും നിങ്ങൾ ആരും ചിന്തിക്കരുത്. വാക്യം കാണാതെ തന്നെ പറയാൻ പറയത്തില്ല. യഹോവ എൻ്റെ 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 യഹോവ എൻ്റെ എന്ന് പറഞ്ഞോളാം വാക്യം പറയുന്നു. 12 പ്രാവശ്യം പറഞ്ഞ ചൊടി പാസ് പറയും, ആ ഇരി വിക്കി 4 സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ട്, സാക്ഷ്യമല്ല 4 വാക്യം വായിച്ചേച്ച്, രണ്ട് വാക്യം വായിച്ചേച്ച് പാസ് പറയും ഇരി. ഓ, എന്തൊരു ആശ്വാസം ആ കൊച്ചിന്. ഞാൻ കളിയായി പറയുന്നതല്ല. എവിടെയായി തലമുറ പോയി നിൽക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെയാണ് മധ്യസ്ഥത ആവശ്യമായിരിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിന് യേശുവിനോടുള്ള യഥാർത്ഥ ബന്ധം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ? അറിവിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്റർസെഷൻ എന്താണ്? ആത്യന്തികമായി ഇന്റർസെഷൻ പാപമോചനം നൽകുന്നില്ല. അത് നിങ്ങൾ ഓർക്കണം. ഇന്റർസെഷൻ ആളുകൾ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടിയാണ്, ആളുകൾ അറിവിലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടിയാണ്. ദൈവമേ, അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. ദൈവമേ, അവരെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ. ദൈവമേ, അവരെ അറിവിലേക്ക് നയിക്കണമേ. അവർക്കിപ്പോൾ മനസ്സിലാകുന്നില്ല, അവർക്ക് ഈ കാര്യങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ദൈവമേ, അവരെ നീ മാനസാന്തരത്തിലേക്ക്, അറിവിലേക്ക്, രൂപാന്തരീകരണത്തിലേക്ക് നയിക്കണമേ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള മധ്യസ്ഥത എന്ന് പറയുന്നത്. നിങ്ങളുടെ മധ്യസ്ഥത അത്യന്താപേക്ഷിതമാണ്. എന്തിനാണ്? അവർക്ക് പാപമോചനം ലഭിക്കാനല്ല. മധ്യസ്ഥത കൊണ്ട് പാപമോചനം നടക്കുമായിരുന്നെങ്കിൽ ക്രൂശ് ആവശ്യമില്ലായിരുന്നല്ലോ. പാപമോചനം ഒരൊറ്റ കാര്യം കൊണ്ട് നടക്കത്തുള്ളൂ. ലോകത്തിൽ പാപമോചനത്തിന് ഒരു മാർഗവും വേറെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, ക്രോസ്. Forgiveness happens only at the expense of cross. ക്രൂശിന്റെ ചെലവിൽ മാത്രമേ പാപമോചനം സാധ്യമാകുന്നുള്ളൂ. മധ്യസ്ഥത എന്താണ്? ഈ ക്രൂശിന്റെ തിരിച്ചറിവിലേക്ക്, ക്രൂശിന്റെ ചുവട്ടിലേക്ക് ജനങ്ങൾ കടന്നു വരുവാനുള്ള ദൈവത്തോട് പറയുന്ന മാനസാന്തരത്തിന്, കരുണയ്ക്കായുള്ളതാണ്. ദൈവത്തിന്റെ കരുണ അവരുടെ മേൽ വന്നു വീഴേണ്ടതിന്, അവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, അതിനുവേണ്ടിയാണ് ശരിക്കും ഇന്റർസെഷൻ എന്ന് പറയുന്നത്. കാരണം മാനസാന്തരം നടക്കാത്തിടത്തോളം കാലം, ദൈവവുമായി ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാത്തിടത്തോളം കാലം ഒരിക്കലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നില്ല എന്ന് പറയണം. അനുതപിച്ച് പാപമേറ്റു പറയാതെ ആത്യന്തികമായി പാപമോചനമില്ല. ദൈവം തൻ്റെ കോപത്തിൽ നമ്മുടെ തലമുറയെ പെട്ടെന്ന് നശിപ്പിക്കാതിരിക്കേണ്ടതിനാണ് വാസ്തവത്തിൽ മധ്യസ്ഥത. മധ്യസ്ഥത എന്തിനാണ്? ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ അല്ലെങ്കിൽ നമ്മുടെ തലമുറയുടെ മേൽ പെട്ടെന്ന് വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയാണ് മധ്യസ്ഥത. ഇതിനെ മനസ്സിലാക്കാൻ അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസ് പറയുന്നതായ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആക്ട്സ് ചാപ്റ്റർ 3 3-ാം അധ്യായത്തിൻ്റെ 17 മുതൽ അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പത്രോസും യോഹന്നാനും ലെയിം മാൻ, മുടന്തുള്ള മനുഷ്യനെ സൗഖ്യമാക്കുമ്പോൾ അവിടെ പള്ളിയിലുള്ള എല്ലാവരും കൂടെ അവൻ്റെ അടുത്ത് വന്നുകൂടുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരോട്
അവൻ സംസാരിക്കുന്നതാണ് 17-ാമത്തെ വാക്യത്തിൽ. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. നോക്ക്, അതിനു മുമ്പ് 11 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവർ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ 13 മുതലുള്ള അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പിലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കൊലപാതകനായവനെ വിട്ടയച്ചു തരണമെന്ന് ചോദിച്ചു. ജീവനായവനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനും നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രമാണിമാരെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു. യേശുവിനെ അവരുടെ പ്രമാണിമാർ, യഹൂദ പ്രമാണിമാർ യേശുവിനെ ക്രൂശിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ പറയുന്നത്? അറിയായ്മ കൊണ്ടാണെന്ന്. പത്രോസ് പറയാണ്, we know it is because of their ignorance. കാൽവറി കർത്തൻ തന്നിണം ചൊരിഞ്ഞിടം എൻ പേർക്കായി ജീവൻ നൽകി താൻ ഒരുക്കി പുതുവഴി. എൻ പേർക്കായി ജീവൻ നൽകി താൻ ഒരുക്കി പുതുവഴി. കാൽവറി കർത്തൻ തന്നിണം ചൊരിഞ്ഞിടം എൻ പേർക്കായി ജീവൻ നൽകി താൻ ഒരുക്കി പുതുവഴി. പാടുപെട്ടു തകർന്നു നാഥന്മേനി എനിക്കായി. കുഞ്ഞാട്ടിൻ രക്തമെന്നെ കഴുകി തീർത്തല്ലോ ശുദ്ധരായി. കുഞ്ഞാട്ടിൻ രക്തമെന്നെ കഴുകി തീർത്തല്ലോ ശുദ്ധരായി. കാൽവറി കർത്തൻ തന്നിണം ചൊരിഞ്ഞിടം എൻ പേർക്കായി ജീവൻ നൽകി താൻ ഒരുക്കി പുതുവഴി.